ഹലോ! അപ്പൊ വന്നിരിക്കുന്ന കുറച്ച് മലയാളം, തമിഴ്, അതുപോലെ തന്നെ ഹിന്ദി എന്നീ സിനിമകളുടെ OTT റിലീസായിട്ടാണ്. നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ആദ്യത്തെ ഗാംബ്ലേഴ്സ് എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. ഇപ്പോൾ തെലുങ്കു, തമിഴ് ഭാഷകളിലായിട്ട് നമ്മുടെ സൺ നെക്സ്റ്റ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സിനിമയാണ് JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ മലയാള സിനിമ. ZEE5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിലവിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട്. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് സുരേഷ് ഗോപിന്റെ JSK എന്ന് പറഞ്ഞ സിനിമേന്റെ OTT റിലീസിന് ശേഷമുള്ള നല്ല അഭിപ്രായങ്ങൾക്കായിട്ട്. മറ്റൊരു അനുസരാജ് അഭിനയിച്ച മലയാള സിനിമയാണ് വസനമത്രേ ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ. ഒരു ഇമോഷണൽ കോമഡി സിനിമയാണിത്. എന്തായാലും മനോമാക്സ് അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് എന്നീ പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലാണ് നിലവിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട് OTT റിലീസിന് ശേഷം. മറ്റൊരു സിനിമയാണ് ഗുഡ് ഡേ എന്ന് പറഞ്ഞ സിനിമ. നല്ല ദിവസം എന്ന് പറയാൻ സാധിക്കും നമുക്ക് മലയാളത്തിലെ. തമിഴ് പതിപ്പിലായിട്ടാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സൺ നെക്സ്റ്റ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ നിലവിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തൊക്കെയാണ് പടത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കും നമുക്ക് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട്. മറ്റൊരു സിനിമയാണ് അക്കീനം എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും തമിഴ് പതിപ്പിലായിട്ടാണ് ചിത്രം OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അഹാ തമിഴ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലാണ് നിലവിൽ ചിത്രം സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയ്ക്കും നല്ല അഭിപ്രായങ്ങൾക്കായിട്ട് കാത്തിരിക്കാം OTT റിലീസിന് ശേഷം. മറ്റൊരു തമിഴ് സിനിമേൻ്റെ OTT അപ്ഡേറ്റ് ആണ് ലവ് മാരേജ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ് തമിഴ് പതിപ്പ്. അതും നമ്മുടെ UK ആമസോൺ പ്രൈമിലാണ് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ചിത്രത്തിൻ്റെ OTT റിലീസിന് ശേഷമുള്ള ക്ലിപ്സ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. എന്തായാലും നമുക്ക് ആമസോൺ പ്രൈം ഇന്ത്യയിലും ഉടൻ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. മറ്റൊരു സിനിമയാണ് തലൈവൻ തലൈവി എന്ന് പറഞ്ഞ ഒരു തമിഴ് ചിത്രമാണ് വിജയ് സേതുപതി അഭിനയിച്ച. എന്തായാലും ഈ ഒരു തമിഴ് സിനിമേൻ്റെ OTT റിലീസ് ഓഗസ്റ്റ് 22 തീയതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുങ്കു, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഓഗസ്റ്റ് 22 ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കാം നമുക്ക്. വടിവേല് അതുപോലെ തന്നെ നമ്മുടെ ഫഹദ് അഭിനയിച്ച സിനിമയാണ് മാരസൻ എന്ന് പറഞ്ഞ സിനിമ. ചിത്രവും ഇതേപോലെ തന്നെ ആമസോൺ പ്രൈം അല്ല നെറ്റ്ഫ്ലിക്സിൽ ഓഗസ്റ്റ് 22 പ്ലാൻ ചെയ്തിരിക്കുന്നത്. തമിഴ്, ഹിന്ദി, തെലുങ്കു, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ചിത്രം OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഫഹദിൻ്റെ ഈ ഒരു സിനിമയ്ക്കായിട്ട്. മറ്റൊരു സിനിമയാണ് നമ്മുടെ അക്ഷയ് കുമാർ അഭിനയിച്ച സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞ സിനിമ. സയ്യാര എന്ന് പറഞ്ഞ സിനിമേൻ്റെ വമ്പൻ കളക്ഷൻ തൂക്കുക കാരണം സൺ ഓഫ് സർദാർ 2 എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് ഒരു 50 കോടി പോലും വേൾഡ് വൈഡ് സിനിമയ്ക്ക് നേടിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ 26 നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത സിനിമ നമ്മുടെ വിജയ് ദേവരംഗോണ്ട് അഭിനയിച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ കംബാക്കും കൂടിയാണ് പുള്ളീൻ്റെ. വിജയ് ദേവരംഗോണ്ടിൻ്റെ കിങ്ഡം എന്ന് പറഞ്ഞ ചിത്രം എന്തായാലും ഈ വരുന്ന സെപ്റ്റംബർ അല്ല ഓഗസ്റ്റ് 29 നമ്മുടെ നെറ്റ്ഫ്ലിക്സ് വഴി തെലുങ്കു, തമിഴ്, ഹിന്ദി, കന്നഡ എന്നീ മലയാളം ഭാഷകളിൽ സ്ട്രീമിംഗ് ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് 29 നെറ്റ്ഫ്ലിക്സ് വഴി. മറ്റൊരു മമ്മൂക്ക സിനിമേൻ്റെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ്. അങ്ങനെ അവസാനം ആമസോൺ പ്രൈമിൽ ഈ വരുന്ന ഓഗസ്റ്റ് 22 സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്ന റിപ്പോർട്ട്. ഒഫീഷ്യലായിട്ട് നമ്മുടെ ആമസോൺ പ്രൈം കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഇത് വെറും റിപ്പോർട്ട് മാത്രമാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വരുമെന്ന് OTT റിലീസ്. മറ്റൊരു ഷെയ്ൻ ടോ ചാക്കോ അഭിനയിച്ച സിനിമയാണ് സൂത്രകാവ്യം എന്ന് പറഞ്ഞ സിനിമ. ഓഗസ്റ്റ് 21 ലയൺസ് ഗേറ്റ് പ്ലേ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ ഒരു ചിത്രം OTT റിലീസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 21 എന്തായാലും പുതിയൊരു OTT പ്ലാറ്റ്ഫോമാണ് ലയൺസ് ഗേറ്റ് പ്ലേ എന്ന് പറഞ്ഞത്. അടുത്ത നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് ലോകേഷ് സിനിമയായ കൂലി എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. ഒഫീഷ്യൽ OTT റിലീസ് ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന നിലവിൽ സെപ്റ്റംബർ മാസം 11 ആമസോൺ പ്രൈം വീഡിയോയിൽ അത് മൾട്ടിപ്പിൾ ലാംഗ്വേജസിലായിട്ട് ഒരേ സമയത്ത് തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഒരുപാട് ഭാഷകളിൽ കൂലി ചിത്രം സെപ്റ്റംബർ 11 OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. കാത്തിരിക്കാൻ നമുക്ക്. മറ്റൊരു ബോളിവുഡ് സിനിമയാണ് ഒരേ സമയത്ത് ക്ലാഷ് റിലീസ് ചെയ്ത് നമ്മുടെ കൂലിൻ്റെ കൂടെ വാർ എന്ന് പറഞ്ഞ സിനിമയുടെ 2ാം ഭാഗം ഒക്ടോബർ 9 ആയിരിക്കും നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ ഭാഷകളിൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ഇത്രയും ചിത്രങ്ങളുടെ OTT റിലീസിനായിട്ട് കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ